എൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയൊരു തലവേദന എനിക്ക് വന്നിട്ടില്ല കേട്ടോ. പെട്ടെന്നാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. അന്ന് തുമ്പിക്കുട്ടിയുടെ ആ ഒരു പ്രവേശനോത്സവമായിരുന്നു. മെയ് 31 തീയതിയിലത്തെ വീഡിയോ ആണ് ഇട്ടത്. അത് കഴിഞ്ഞ് എനിക്കിന്ന് കടയിലേക്കൊന്ന് വരേണ്ടി വന്നു, വെള്ളാങ്കല്ലൂർക്കൊന്ന് വരേണ്ടി വന്നു. അപ്പോൾ പിന്നെ എന്താണ് വരാതിരിക്കാനും പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാണ്ട് ഞാനൊരു ലൈം ജ്യൂസ് കഴിക്കാനായിട്ട് വന്നപ്പോൾ അച്ഛനും മോളെൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ തുമ്പിക്കുട്ടിക്ക് ഈ ഒരു കേക്കാണ് മേടിച്ചു കൊടുത്തത്. സുക്രു കടയിലുണ്ട് കേട്ടോ. പെൺകുട്ടിയുടെ കൂടി ഇരിക്കണം, കടയിലുള്ള പെൺകുട്ടിയുടെ കൂടി ഇരിക്കണം. സുചേട്ടൻ മാംഗോ ജ്യൂസ് കഴിച്ചു, ഞാൻ എന്താണ് ഒരു ലൈം ജ്യൂസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തണുത്തത് ഉള്ളിൽ ചെല്ലാനായിട്ട് തോന്നിയിട്ട് ഞാനൊരു ലൈം ജ്യൂസാണ് കഴിച്ചത്. നല്ല അടിപൊളി ലൈം ജ്യൂസ് ആയിരുന്നു കേട്ടോ. പിന്നെ മാംഗോ ബേക്കേഴ്സിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അവിടുത്തെ എല്ലാവരും അടിപൊളിയായിരിക്കും. കുറച്ച് തണുത്തതൊന്നും ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊരു ആശ്വാസമായിട്ടോ. ഇത് മൈഗ്രൈൻ്റെ തലവേദനയൊന്നുമല്ല, എനിക്ക് അങ്ങനെ എപ്പോഴെപ്പോഴും തലവേദനകളൊന്നും വരാറില്ല. എനിക്ക് വൈറസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വരാറുള്ളൂ, അല്ലാണ്ട് തലമായി ഒരു ബന്ധവുമായിട്ട് എനിക്കൊരു രോഗങ്ങൾ വരാറില്ല കേട്ടോ. അത് എന്തിൻ്റെയാണെന്ന് എനിക്കറിയില്ല, വന്നു കഴിഞ്ഞാൽ അത് എന്നെ കൊണ്ട് പോകുള്ളൂ. രാത്രി മുഴുവൻ അതിരുന്ന് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ മാത്രമാണ് അത് പോവുക. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് എത്തിയപ്പോഴേക്കും കുറച്ച് തലവേദനയൊക്കെ കുറഞ്ഞു. പിന്നെ ഞങ്ങൾ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ അത്രയുള്ളൂ ചേട്ടാ.